കുട്ടികളടുത്തുള്ള സ്നേഹവും വാത്സല്യവും. ടീച്ചറിൽ നിന്നും പഠിക്കാനായിട്ട് എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ശാന്തിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ടെൻഷൻ ഫ്രീ എന്ന് തന്നെ പറയാം. നമുക്കൊരു പോസിറ്റീവ് എനർജി ശാന്തയായിട്ടുള്ള അടുപ്പത്തിൽ നമുക്കുണ്ടാവും. ഈ 10-50 പേരെ ഞങ്ങൾ എല്ലാം ഒരേപോലെ സന്തോഷമായിട്ടും എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശാന്തി ചേച്ചി ഒരാൾ മാത്രമാണ്. ഞങ്ങളെല്ലാവരും മാർഗദർശിയാണ് ചേച്ചി. എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ശാന്തി ടീച്ചർ. മഹേശ്വരി അമ്മയുടെയും ഭാസ്കര പിള്ളയുടെയും മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. പഠിച്ചതും വളർന്നതും എല്ലാം കൊല്ലത്ത് തന്നെ. എനിക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനുമാണുള്ളത്. ഒരാൾ കൊല്ലത്തുണ്ട്, ഒരാൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നു. പഠിത്തത്തിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജോലിയുള്ള ഭാര്യ വേണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം. അദ്ദേഹം NCCയിൽ ഡയറക്ടറേറ്റിൽ PL ആയിട്ട് റിട്ടയർ ചെയ്ത് K. യതീന്ദ്രനാഥൻ സാറാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ബാലസാഹിത്യമാണ് എഴുതുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടാണ് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മകൻ വലുതായി 5ാം ക്ലാസ്സിലേക്കായപ്പം എനിക്കൊരു വിഷമം തോന്നി. ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രെയിനിങ്ങിന് പോയിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ മകൻ്റെ പേര് ബിജോയ് കുമാർ എന്നാണ്. അവൻ LLB കഴിഞ്ഞ് ജേർണലിസം കഴിഞ്ഞ് മഹേന്ദ്രയിൽ അഡ്വഞ്ചർ വിങ്ങിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ മോൻ്റെ ഭാര്യ രേഖ ബിജോയ് കവടിയാറാണ് താമസിക്കുന്നത്. ആ കുട്ടി ബെർക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 2 പേരും ഇപ്പം ബോംബെയിലാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസം ചെയ്യുന്നു. മകള് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേരുന്നതിനുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ജോലി ചിന്മയ വിദ്യാലയത്തിൽ ജോലിക്ക് കയറി. ഹസ്ബൻഡിന് ഇഷ്ടമല്ലെങ്കിലും അനുവദിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റിയത്. 2nd റാങ്കോടുകൂടി ഞാൻ അവിടെ കയറിക്കൂടി. പക്ഷേ അവിടെ വലിയ കോമ്പറ്റീഷനായിരുന്നു. എല്ലാം നല്ല നല്ല ടീച്ചേഴ്സ്, പഠിപ്പിക്കാൻ പണ്ട് തൊട്ടേ പഠിപ്പിച്ച് ശീലമുള്ളവർ. അപ്പോൾ അവരുടെ ഇടയിൽ ഞാനൊരു പുതുമുഖമായിട്ട് തന്നെ ചെന്നു. പക്ഷേ എൻ്റെ മോൻ അവിടെ പഠിച്ചതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം എന്നെ അറിയായിരുന്നു. അതെനിക്ക് കുറച്ച് ധൈര്യം തന്നു. കോമ്പറ്റീഷനെല്ലാം പോകുകയെന്ന് വെച്ചാൽ എല്ലാം പുതിയ പുതിയ പാട്ടുകൾ പഠിപ്പിച്ച് കുട്ടികളെല്ലാം കോമ്പറ്റീഷന് കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി. എല്ലാം പഴയ പാട്ടുകൾ പഠിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് എഴുതി നോക്കാം, നഴ്സറി റൈംസ് എഴുതാമെന്ന് വിചാരിച്ച് കുറച്ച് നഴ്സറി റൈംസൊക്കെ എനിക്ക് തോന്നിയതുപോലൊക്കെ എഴുതി എൻ്റെ ചേട്ടനെ കാണിച്ചു. ചേട്ടനത് കറക്റ്റ് ചെയ്ത് തന്നു. അതിന് ഞങ്ങൾ 2 പേരും കൂടെ ട്യൂണിട്ട് ഓരോ സ്ഥലത്ത് കോമ്പറ്റീഷന് പോകുമ്പോൾ ഞങ്ങൾ പുതിയ പുതിയ പാട്ടുകൾ കൊണ്ടുപോയി പാടിച്ചു പ്രൈസ് വാങ്ങിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഇന്നും ഓരോ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പുതിയ പാട്ടുണ്ടോ ടീച്ചർ പഠിപ്പിക്കാനായിട്ട്, ഞങ്ങൾക്ക് കോമ്പറ്റീഷന് കൊണ്ടുപോകാനൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ 1-2 പാട്ടൊക്കെ എഴുതി കുറച്ച് പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പാട്ടിൻ്റെ 2 വരി ഞാൻ പാടാം. മഞ്ഞ കിളിയേ വാവാനി, കുഞ്ഞിക്കാറ്റിൽ വാവാനി, ചാഞ്ചാടും ചെറുകിളിയേ നീ കൊഞ്ചി കുഴയാൻ വരുകില്ലേ, ചാഞ്ചാടും ചെറുകിളിയേ നീ കൊഞ്ചി കുഴയാൻ വരുകില്ലേ. ഇതേപോലെ പാട്ടുകൾ ഞാൻ കൊച്ചു പാട്ടുകൾ എഴുതി കുട്ടികളെ പഠിപ്പിച്ചു. 25 വർഷം അവിടെ പഠിപ്പിച്ചു.
അവിടെ എല്ലാം എനിക്ക് നല്ല പേരെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എവിടെ കോമ്പറ്റീഷൻ ഉണ്ടായാലും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. എനിക്ക് അങ്ങനെ നല്ലൊരു വില അവിടെ ചിന്മയ വിദ്യാലയത്തിൽ എനിക്കുണ്ടായി. പിന്നെ പെൻഷൻ പറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലകത്ത് അന്നേ ഉണ്ടായിരുന്നു. ഇത്രയും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എന്താ ഇനി ചെയ്യുക എന്ന് വിചാരിച്ച് ഞാൻ അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നഴ്സറി സ്കൂളെങ്കിലും എനിക്ക് നടത്തണം, എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് നടത്തണമെന്നൊരാഗ്രഹം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇത്രയും പഠിച്ചു, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു, അത് വെറുതെ ഇരുന്ന് എൻ്റെ സമയം പാഴാക്കരുത്. എന്തെങ്കിലും അക്ഷരങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് വീണ്ടും എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. ആ സമയത്താണ് എൻ്റെ അനിയത്തി, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ ഒരു ചെറിയൊരു സ്കൂൾ നെടുമങ്ങാട്ട് തുടങ്ങി. പക്ഷേ അതവർക്ക് പ്രാവർത്തികമായിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് അവരിലില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനത് അങ്ങ് ഏറ്റെടുക്കാം. അനിയത്തിക്ക് അസുഖമൊക്കെ ആയി, അതെല്ലാം കൊണ്ട് ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചിന്മയ വിദ്യാലയത്തിൻ്റെ അതേ മോഡലിൽ ഒരു സ്കൂള് തന്നെ നമുക്ക് അവിടെ നടപ്പിലാക്കാം എന്ന് വിചാരിച്ചിട്ട് ആ നെടുമങ്ങാട്ട് പുതുക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയ സ്കൂള് നേരെ നെടുമങ്ങാട്ട് ടൗണിലേക്കാക്കി. ഞങ്ങളുടെ ഒരു സ്വന്തം വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെ ഞങ്ങൾ ആ സ്കൂൾ തുടങ്ങി. ഡേ കെയർ തൊട്ട് LKG UKG എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ഉണ്ടാക്കി. അതിനുശേഷം അവിടെ സ്ഥലമില്ലെന്ന് കണ്ടപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാനും എൻ്റെ ചേട്ടനും കൂടെ കാറിൽ രാവിലെ അവിടെ പോയ വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. എല്ലാ ഭക്ഷണവും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ സ്കൂളിന് അവിടെ സ്ഥല സൗകര്യം ഇല്ലാതെ വന്നപ്പോൾ നെടുമങ്ങാട്ട് കൊല്ലങ്കാവെന്ന് പറഞ്ഞ സ്കൂളിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ KK ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ടാക്കി. ആ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് പങ്കുപെട്ടു. സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ട് ഞങ്ങൾ ആ ജീവൻ ഞങ്ങളുടെ സ്വന്തം സ്കൂളെന്നുള്ള രീതിയിൽ ഞങ്ങളത് പ്രവർത്തിച്ചു. പക്ഷേ അത് കുടുംബത്തിൻ്റെ സ്കൂളായിരുന്നു എങ്കിലും എനിക്കതിന് മനഃശാന്തി കിട്ടി. എന്നെ അവിടുത്തെ ഓണററി പ്രിൻസിപ്പളായിട്ട് അവർ തിരഞ്ഞെടുത്തു. ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കി. മറ്റൊരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അവിടെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡായിരുന്നു. ആ കുട്ടി അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതിന് 12 വർഷം കഴിഞ്ഞപ്പോൾ അതിന് അഫിലിയേഷൻ കിട്ടി, CBSEയുടെ അഫിലിയേഷൻ കിട്ടി. അത് 10ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വെച്ച് അത് 10ാം ക്ലാസ്സിൽ എഴുതിപ്പിച്ചു. മറ്റൊരു സ്കൂളിൽ കൊണ്ടുപോയാണ് എഴുതിപ്പിച്ചത്. അപ്പോൾ അതിനുള്ള ഒരുപാട് ചടങ്ങുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും CBSE സ്കൂളിൽ പറ്റത്തില്ല. പക്ഷേ അതിനെല്ലാം പിന്നിൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. സ്കൂളിനെ പറ്റി അറിയാവുന്ന ഞാനും ഓഫീസ് കാര്യങ്ങൾ അറിയാവുന്ന ചേട്ടനും ഒരുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോയിരുന്ന് പേപ്പർ വർക്കുകളും എല്ലാം ശരിയാക്കി. 12ാമത്തെ വർഷം എൻ്റെ മകൻ ഡൽഹിയിൽ പോയി അതിന് CBSEയുടെ അഫിലിയേഷൻ കിട്ടി. ഇൻ്റർവ്യൂവിനെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യേണ്ടി വന്നു. ബാക്കിയുള്ള പേപ്പർ വർക്കെല്ലാം അവിടെ പോയാണ് ചെയ്തത്. എല്ലാവരും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അതിന് സഹകരിച്ചു. എൻ്റെ ബ്രദറാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാൻ ശാന്തയും വളരെ അടുപ്പത്തിലാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ശാന്ത. ഞങ്ങൾ ശാന്തയുടെ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്കൂള് തുടങ്ങി. അത് ശാന്തയുടെ അനിയൻ്റെയും ഇനിഷ്യേറ്റീവ് എടുത്താണ് ആ സ്കൂൾ തുടങ്ങിയത്. അപ്പം അത് നല്ല നിലയിൽ പോവുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രയത്നിച്ചതും അവർ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പം അത് ഏറ്റവും വിജയപ്രദമാക്കണം എന്നുള്ള ഒരു ചിന്ത ശാന്തയ്ക്കും അനിയനും ഉണ്ട്. അപ്പം അതിൻ്റെ പുറകിൽ ശാന്ത ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്തിന് ഞാനിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞു, അത് പ്രയോജനപ്പെട്ടു കുട്ടിയൊക്കെ. അപ്പോൾ ഏത് ക്ലാസ്സിലെടുക്കാനാണെങ്കിലും ഞങ്ങൾ പോകും. പ്രീ പ്രൈമറി ട്രെയിനിങ് സ്കൂളും കൂടെ ഞങ്ങൾ അവിടെ തുടങ്ങി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ VSSൻ്റെ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. വെക്കേഷൻ ക്ലാസ് എടുക്കാൻ സത്യം സ്മാരകത്തിൽ പോകുമായിരുന്നു. ചിന്മയിലുള്ള വെക്കേഷൻ ക്ലാസ്സുകളിലെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അവിടെ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനി നെടുമങ്ങാട്ടോട്ട് പോയി നമുക്ക് യാത്ര ചെയ്ത് അവിടെ പോയി ആ സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നി തുടങ്ങി. ചേട്ടനും അതിനിടയ്ക്ക് അസുഖങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് എന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ചിന്മയിൽ നിന്ന് കിട്ടിയ ഒരു പാഠം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ കഴിവുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, മാക്സിമം പകർന്നു കൊടുക്കുക, മാക്സിമം സമയം കൊണ്ട് അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ ഭജന പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു.
എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്ത് 7 കുട്ടികളെ ഇരുത്തി ഞാൻ 2 മാസം വരെ ഞാൻ പഠിപ്പിച്ചു അവരെ. രണ്ട് 3 വർഷം അവരിങ്ങനെ പഠിച്ചു. അമ്പലങ്ങളിലൊക്കെ പാടാനൊക്കെ പോയി. നല്ല രീതിയിൽ അവർ വന്നപ്പോൾ പരീക്ഷാ സമയത്ത് ഇവരെ കിട്ടാൻ ഭയങ്കര വിഷമം. ആ സമയത്താണ് നമുക്ക് അമ്പലത്തിൽ ഭജനകൾ വരുന്നതും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നത്. പക്ഷെ ഞാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിരുന്നു. അന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന് അമ്മമാരും കൂടെ ഈ പാട്ട് പാടുന്നതിന് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും കുട്ടികളുടെ വരവ് നിന്നു. അവർ ഭജന സമയത്ത് മാത്രം ക്ലാസ്സിന് പോകാതെ എൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിച്ചിട്ട് അമ്പലത്തിൽ പാടും. പക്ഷേ ഈ വന്നിരുന്ന അമ്മമാരെല്ലാം എൻ്റെ കൂടെ പഠിക്കണം എന്നുള്ള രീതിയിൽ അവർ പഠിച്ചു. അപ്പോഴാണ് ഇവിടെ ഈ നാട്ടിലുള്ള കുറച്ച് വീട്ടമ്മമാർ അവർക്കും കൂടെ ഈ ഭജന പാടാനൊന്നും അറിയത്തില്ല അവർക്കൊന്നും. ഒരു പാട്ട് ടീച്ചറേ ഉള്ളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അത് റിട്ടയർ ചെയ്ത ഒരു പാട്ട് ടീച്ചറായിരുന്നു. പക്ഷേ ഭജന പാടുന്നതിനോട് അവർക്ക് അത്ര യോജിപ്പില്ല. അവർക്ക് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നതിനോടൊക്കെ ആയിരുന്നു യോജിപ്പ്. അപ്പം ഞാൻ വിചാരിച്ച ഭജനയാണെങ്കിൽ എനിക്ക് കയ്യിൽ ഒതുങ്ങുന്നതാണ്, ഞാൻ പഠിച്ചതാണ്, അത് നമുക്ക് പ്രാവർത്തികമാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ വീട്ടമ്മമാരെയും റിട്ടയർ ചെയ്ത കുറേ സ്റ്റാഫുകളും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളൊരു 18ഓളം ആളുകൾ എന്നും എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 3:30 മണി തൊട്ട് 5:30 മണി വരെ പാടി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ 4 വർഷം കൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. കാരണം ചുറ്റുപാടുമുള്ള എല്ലാ അമ്പലങ്ങളിലും ഞങ്ങളെ ഇപ്പം വന്ന് വിളിക്കുകയാണ്. മഹാദേവ ക്ഷേത്ര വനിതാ ഭജന സംഘം എന്നാണ് അതിന് പറയുന്നതെങ്കിലും ക്ഷേത്രത്തിലുള്ള ആൾക്കാരും ഉപദേശക സമിതിയും അവിടെയുള്ള സബ് ഗ്രൂപ്പ് ഓഫീസറും മറ്റുള്ള ജീവനക്കാരും എല്ലാം പൂർണ്ണ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹാള് തന്നു, ലൈറ്റ്, ഫാന് എല്ലാ അറേഞ്ച്മെൻറ്റും തന്നു. എല്ലാ ബുധനാഴ്ചയും ഞങ്ങളവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ തുടക്കം തൊട്ടേ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാ തിങ്കളാഴ്ചയും 5:30 മണി തൊട്ട് 6:30 മണി വരെ ഞങ്ങൾ ഭജന പാടാൻ എന്ന് ഞങ്ങൾ പഠിച്ചു തുടങ്ങി. അന്ന് തൊട്ടേ അവിടെ പാടാൻ തുടങ്ങി. ഇപ്പോഴും അത് പ്രാവർത്തികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ആ ദിവസങ്ങളിൽ പോലും മറ്റുള്ള അമ്പലത്തിൽ പോകാനുള്ള അവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഞങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ ഞങ്ങളുടെ സ്വഭാവം കൊണ്ടോ ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലും ഇല്ലാതാണ് ഞങ്ങൾ പാടുന്നത്. ഒരുമിച്ച് പാടും, ഒരുമിച്ച് നിർത്തും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പാട്ട് പഠിക്കാത്ത ഇത്രയും വീട്ടമ്മമാർ പാടുക എന്ന് വെച്ചാൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. സ്വയം സന്തോഷിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെയും കൂടി ആ സന്തോഷത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സന്തോഷത്തിന് മാധുര്യമേറുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ കൂട്ടായ്മ കാണുമ്പോഴാണ്. സംഗീതത്തിലൂടെ ഈ സ്ത്രീകൾ ഒത്തുചേരുമ്പോൾ ഒരു കൂട്ടായ്മ മാത്രമല്ല രൂപപ്പെടുന്നത്. സംഗീതത്തെ ജീവിതചര്യയാക്കുന്നതിലൂടെ ഇവരിൽ നിറഞ്ഞിരുന്ന വിരസതയ്ക്ക് വിരാമമാകുവാനും കഴിഞ്ഞു എന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. എൻ്റെ പേര് പ്രസന്ന എന്നാണ്. ഞാൻ ശാന്ത ടീച്ചറിനെ പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം ഒരു 30 വർഷത്തിന് മുമ്പേ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ വിദ്യാലയത്തിൽ ശാന്ത ടീച്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ പുതിയതായിട്ട് പോയത്. അന്ന് മുതലുള്ള ബന്ധമാണ് ശാന്ത ടീച്ചറുമായിട്ടുള്ളത്. അന്ന് ഫസ്റ്റിൽ ഞാൻ പോയി പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ആത്മമിത്രങ്ങളായി. കാരണം ടീച്ചറിൻ്റെ കഴിവും ടീച്ചറിൻ്റെ ഓരോന്നിലും പ്രീ പ്രൈമറി ടീച്ചറായിട്ടാണ് ഞങ്ങൾ പോയത്. കുട്ടികളടുത്തുള്ള സ്നേഹവും വാത്സല്യവും ടീച്ചറിൽ നിന്നും പഠിക്കാനായിട്ട് എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബാച്ചിലറായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കുടുംബജീവിതം തന്നെ തുടങ്ങിയത്. ആ സമയത്ത് ടീച്ചറിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. കുട്ടികളെ നോക്കുന്നതിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം. ആ സമയത്ത് എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ശാന്ത ടീച്ചർ. ശാന്ത ടീച്ചറും ഞാനുമായിട്ട് ഞാനിവിടെ ഒരു 10-11 കൊല്ലം ആയതേ ഉള്ളൂ. ശാസ്ത്രമോട്ടിൽ നിന്ന് ഈ പൈപ്പിൻമൂട്ടിൽ താമസമൊക്കെ വന്നിട്ട് അന്നത്തെ ദിവസം മുതലേ ശാന്ത ടീച്ചറിനെ പരിചയപ്പെട്ടു. പിന്നെ പോരാത്ത ഞാനൊരു ടീച്ചറായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ശാന്ത ടീച്ചറായിട്ട് ഭയങ്കര സ്നേഹമാണ്. എന്ത് കാര്യം പറഞ്ഞാലും നല്ല രീതിയിൽ അത് കൊണ്ടുപോകുള്ളൂ ടീച്ചർ എപ്പോഴും.
ഇപ്പം ഞാനും പെൻഷനായതിനു ശേഷമാണ് ഈ ഭജന എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ഒറ്റ കെയർ ഓഫിലാണ് നടക്കുന്നത് തന്നെ. ബുധനാഴ്ച ഞങ്ങളുടെ പ്രാക്ടീസ് ഡേ എപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ പാട്ടുകളാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്ന് സാറും ഇതിൽ സഹകരിച്ച് ഞങ്ങൾക്കെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്നതെല്ലാം ശാന്ത ചേച്ചിയുടെ ഒറ്റ കഴിവാണ്. ഈ ഒരു പരിപാടി മാത്രമല്ല, ശാന്ത ചേച്ചി ഞങ്ങൾ നാരായണീയം ഇതെല്ലാ പരിപാടികളുണ്ട്. പക്ഷേ ഈ 10-50 പേരെ ഞങ്ങൾ ഒരേപോലെ എല്ലാം ഒരേപോലെ സന്തോഷമായിട്ടും എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ശാന്ത ചേച്ചി ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര അനുസരണയോട് കൂടിയുള്ള ഞങ്ങൾ സ്റ്റുഡൻസായിട്ട് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം 12.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഭജന ക്ലാസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ഭജന ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഒരു നാരായണീയം പഠിക്കുന്ന ഒരു ടീച്ചറിനെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി. ആ ടീച്ചർ എന്നെക്കാട്ടി ഒരുപാട് വയസ്സിന് പ്രായം കുറഞ്ഞതാണ്. ഏകദേശം 20 വയസ്സോളം പ്രായം കുറവാണ് ആ ടീച്ചറിന്. ആ ടീച്ചറിൻ്റെ കീഴിലാണ് ഞാൻ ഇന്ന് നാരായണീയം പഠിച്ചു. ഞങ്ങളത് ഗുരുവായൂർ പോയി സമർപ്പണം നടത്തി കഴിഞ്ഞു. അതിനുശേഷം ദേവി മഹാത്മ്യം ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ 55ഓളം സ്ത്രീജനങ്ങളുണ്ട്. ഒരു കുട്ടി മാത്രമേ പ്രായത്തിൽ ഞങ്ങളെക്കാട്ടി വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാവരും പ്രായത്തിൽ കൂടുതലാണെങ്കിലും ആ ടീച്ചറിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്, എന്തെല്ലാം അറിവുകൾ ഞങ്ങൾക്ക് നേടാം. പുരാണം മാത്രമല്ല, സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യത്തെപ്പറ്റിയും ടീച്ചറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പാട്ടുകൾ പറയുന്നുണ്ട്, കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. സംഭവബഹുലമായ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ന് പേപ്പർ വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നോളജ് വരെ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രായത്തിൽ ഇത്രയും കുറവായ ഒരു ടീച്ചറിൻ്റെ ഇന്ന് ഈ കിട്ടുന്ന ഒരു അനുഭവം എനിക്കത് ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഇതിൽ കൂടുതൽ എനിക്ക് എന്താ കിട്ടാനുള്ളത്? ദൈവം എന്നെ അതിന് ഇത്രയും സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ടീച്ചറിന് വേണ്ടുന്ന ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യുന്നത് വഴി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സെന്ന് പറയാൻ പറ്റത്തില്ല, ആ കുടുംബങ്ങളുമായിട്ട് തന്നെ എനിക്ക് വളരെ അടുക്കാനുള്ള അവസരം ഉണ്ടായി. എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരു ടീച്ചറിനെ ബഹുമാനിച്ചിട്ട് ആ ടീച്ചറിൻ്റെ ഗുരുപൂർണിമയുടെ അന്ന് ആ ടീച്ചറിനെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ആ ടീച്ചറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും ഈ 55 പേരും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലുണ്ടായ നിർവൃതി എനിക്കവിടെ പ്രായം ഒരു പ്രശ്നമായില്ല. ഞാൻ 70 വയസ്സുണ്ടെങ്കിലും 55 വയസ്സാകാത്ത ഒരു ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്നതിലുള്ള സന്തോഷം എന്ന് ഞങ്ങളിലെല്ലാവരും പ്രതിഫലിക്കുന്നു. ഏറ്റവും കൂടുതൽ എന്നിലാണ് അത് പ്രതിഫലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ശാന്ത ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാമാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഇല്ലായിരുന്നു. 30 വർഷം ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ നാരായണീയം ഭജന ക്ലാസ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സാധിക്കാത്തത് എന്തായാലും ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ വന്ന് ശാന്ത ചേച്ചിയെ പരിചയപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ടെൻഷൻ ഫ്രീ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ തമ്മിലുള്ള ആ കൂട്ടായ്മ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് ശാന്ത ചേച്ചിയും ചേട്ടനും ഞങ്ങളെ സ്വന്തം അനിയത്തിമാരെ പോലെയും അല്ലെങ്കിൽ സഹോദരിമാരെ പോലെയും ഇത്രയും സ്നേഹിക്കുന്നവരും അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ആ തരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സ്നേഹം കിട്ടി. പിന്നെ ഞങ്ങളെ പരിചരിക്കുക, ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് സമാധാനിപ്പിച്ച് അത് ഇതാക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ നല്ലവണ്ണം സഹകരിച്ച് കൊണ്ടുപോയി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞങ്ങളെ എന്നെന്നും സഹകരിച്ച് കൊണ്ടുപോകുന്ന ഒരു ചേച്ചിയും ചേട്ടനുമാണ്. അത് മറക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ശരി തന്നെ, പെൻഷൻ പറ്റിയാലും ശരി തന്നെ, നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് നേടുന്നത്, നമ്മളെല്ലാം പഠിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും നമുക്കെല്ലാം പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നല്ലൊരു ഗുരുവിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഗുരു എന്ന് നമ്മുടെ ഗുരു തന്നെയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ
ഇതെല്ലാം നമ്മളെ മേലിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. നമ്മളെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. കടലിൽ നമ്മൾ മുങ്ങി ചെന്ന് ചിപ്പികൾ നമ്മൾ വാരിയെടുക്കുന്നത്, എന്തുമാത്രം ചിപ്പികൾ നമ്മൾ വാരിയെടുക്കുന്നു, അതിലെന്താണ് നമ്മൾ നേടുന്നത്? അതേപോലെയാണ് വിദ്യാഭ്യാസത്തിൽ കൂടെയും ഈ പഠനത്തിൽ കൂടെയും നമുക്ക് കിട്ടുന്നത്. ചെറിയ ചെറിയ അറിവുകൾ, നമുക്ക് അറിയാൻ വയ്യാതിരുന്ന എന്തെല്ലാം അറിവുകൾ ഇത്രയും വലുതാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ സമയത്താണ്. കാരണം ഈ 55 പേര്, ഞങ്ങൾ നാരായണീയം ദേവി മഹാത്മ്യം പഠിക്കുന്ന ഈ 55 പേരിലെയും ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ആ അനുഭവത്തിൽ കൂടെ അതിനെല്ലാം ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് മറുപടി തന്നാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ കൊണ്ട് നയിക്കുന്നത്. ഞങ്ങളോട് ഇന്ന് വരെ എനിക്ക് ദേഷ്യം വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ടീച്ചർ ഇന്ന് വരെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു പാഠം എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് ഇത്രയും ഈ ക്ലാസ്സിനെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ ഒരു കഴിവ് ടീച്ചറിൽ നിന്ന് നേടാൻ സാധിച്ചതുകൊണ്ടാണ്. ചിന്മയ മിഷനിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് എനിക്ക്. മാക്സിമം സന്തോഷം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ആളുകളിൽ എത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശത്തിൻ്റെ ബേസിസിലാണ് ഞാൻ ഓരോ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിയുന്നതും എനിക്ക് സന്തോഷം തരുന്നതും അത് മറ്റുള്ളവരിൽ എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുമാണ് ഞാൻ ഓരോന്നില്ലാത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്. അതിന് എല്ലാ സഹകരണവും എൻ്റെ കൂട്ടത്തിലുള്ളവരെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. അതെൻ്റെ ഒരു മഹാഭാഗ്യമാണ്. ഇതുപോലെ നമ്മൾ ഓരോ സ്ത്രീകളും നമ്മളേതായിട്ടുള്ള കഴിവുകൾ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെപ്പറ്റി നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ആ സന്തോഷം കൊടുത്ത് അവരെയും കൂടെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സമൂഹത്തിന് വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനൊരു തീരുമാനം എല്ലാ സ്ത്രീകളും കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം സ്ത്രീകൾക്ക് ഉണ്ടാവാനും സാധിക്കും. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ എല്ലാ വിളക്കുമാണ് അവരെ ആ രീതിയിലേക്ക് നയിക്കുന്നതിന് കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ല, അവരെ രീതിയിലേക്ക് നമ്മൾ പോകണ്ടെന്ന് പറയുന്നില്ല. നമ്മളെ രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് തന്മയത്തമായിട്ട് നിന്ന് പെരുമാറി അവരോട് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക. അല്ല, വെറുപ്പ് കൊടുത്താൽ നമുക്ക് ഒരിക്കലും സ്നേഹം കിട്ടത്തില്ല. സ്നേഹത്തോടുകൂടി പെരുമാറി അവർ കിട്ടുന്ന സ്നേഹം, നമ്മൾ നമസ്തേ എന്ന് ഒരാളടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു പോയി ആദ്യത്തെ ദിവസം പറഞ്ഞില്ല എന്നിരിക്കും, രണ്ടാമത്തെ ദിവസം വീണ്ടും തീർച്ചയായിട്ടും നമസ്തേ അവർ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളും പരിശ്രമിക്കുക. ആ പരിശ്രമം നമുക്ക് വിജയം മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു വലിയ സന്ദേശമാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നേടിയെടുത്തത്. ആ സന്ദേശം നിങ്ങളെല്ലാവരും കൈക്കൊണ്ട് സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം സന്തോഷം നമ്മൾ ഉൾക്കൊണ്ടിട്ട് ആ സന്തോഷത്തിലൂടെ മറ്റുള്ളവരിൽ സന്തോഷം ഉണ്ടാക്കി അവരുടെ കുടുംബത്തിൽ, ഇന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും എൻ്റെ 18 കുട്ടികളുടെയും കുട്ടികളെന്ന് ഞാൻ പറയുന്നെങ്കിലും പ്രായമായവരാണ്. ആ 18 കുട്ടികളുടെയും കുടുംബം എൻ്റെ കുടുംബമാണ്. അവരുടെ മക്കൾ എൻ്റെ കുടുംബമാണ്. എൻ്റെ മക്കളും എൻ്റെ കുടുംബത്തിലുള്ളതാണ്. അതേപോലെ അവരെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും സാധിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവാണ് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിത രീതി. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.